മറ്റൊരു വ്യാഖ്യാനത്തിനിടയില്ലാതെ എന്തുകൊണ്ട് രാജി എന്നത് തന്റെ കൃത്യമായ പ്രസ്താവനയിലൂടെ അല്ലെങ്കിൽ ശബ്ദ സന്ദേശത്തിലൂടെ പറഞ്ഞു വെക്കുകയാണ്. രഞ്ജിത്ത്, അദ്ദേഹത്തിന്റെ വാക്കുകളെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? തീർച്ചയായും അത് ആ രീതിയിൽ തന്നെ കാണേണ്ടി വരും. മറ്റൊരു ചർച്ചകൾക്കോ മറ്റ് സംവാദങ്ങൾക്കോ ഇടയില്ലാത്ത വിധം എന്തുകൊണ്ടാണ് രാജിവെച്ചിരിക്കുന്നത്, എന്താണ് സാഹചര്യമെന്ന് വളരെ കൃത്യമായി വിശദീകരിച്ചുകൊണ്ടാണ് രഞ്ജിത്തിന്റെ ശബ്ദ സന്ദേശം ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വന്നിരിക്കുന്നത്. അത് നമ്മളിലൂടെയാണ് പുറം ലോകത്തേക്ക് ആദ്യം എത്തിയിരിക്കുന്നത് എന്നതാണ് ഈ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം പറയുന്നത് വളരെ വ്യക്തമാണ്. അദ്ദേഹം തുടക്കത്തിൽ തന്നെ പറയുന്നു, ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം തനിക്കെതിരെ കൃത്യമായ ഒരു രീതിയിൽ ഒരു പ്രത്യേക രീതിയിൽ തന്നെ വാർത്തകൾ ചമയ്ക്കപ്പെടുന്നു, പ്രത്യേക രീതിയിൽ ആരോപണങ്ങൾ സ്ഥിരമായി വരുന്നു. അതൊക്കെ അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു വലിയ നീക്കം അതിന് പുറകിൽ നടക്കുന്നുണ്ട്. അത് നടക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ കാലങ്ങൾക്കിപ്പുറം ഈ ഗൗരവതരമായ ഒരു ആക്ഷേപം തനിക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്നത്. അതിനൊരു ഗൗരവം തനിക്കറിയാം, അത് ചെറുതല്ലാത്തൊരു ആക്ഷേപം തന്നെയാണ്. പക്ഷേ അതിന്റെ സത്യാവസ്ഥ എന്തെന്ന് ഞാൻ പുറം ലോകത്തിന് മുന്നിൽ തെളിയിക്കും, അതിന് നിയമപരമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും, അത് അധികം ദൂരമല്ല എന്ന് ഉറപ്പിച്ചു പറയുകയും ചെയ്യുന്നു. പക്ഷേ ആ നിയമ നടപടികളുടെ കാലയളവ് മുഴുവൻ ഈ അക്കാദമി ചെയർമാൻ സ്ഥാനത്തിരിക്കുന്നത് ധാർമ്മികമായി ശരിയല്ല എന്ന കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്റെ പേരിൽ സർക്കാരിനെയോ CPIM എന്ന സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയോ വേട്ടയാടാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ സ്ഥാനം രാജിവെക്കുന്നത്. വളരെ കൃത്യമായി പറയുന്നുണ്ട്, എന്റെ പേരിൽ വലതുപക്ഷ മാധ്യമങ്ങൾക്കോ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾക്കോ സർക്കാരിനെതിരെ ഒരു വാചകം പറയാൻ അവസരം ഉണ്ടാക്കേണ്ടതില്ല, അത് ശരിയായ കാര്യമല്ല, അതുകൊണ്ട് ഈ സ്ഥാനം രാജിവെക്കുന്നു, ഞാൻ കാരണം അത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകില്ല എന്ന ഉറപ്പ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം രാജിയുടെ കാര്യം നമ്മളോട് പറയുന്നത്. വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്, തനിക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണത്തിന്റെ വസ്തുത എന്തെന്ന് തെളിയിക്കാൻ തനിക്ക് പറ്റും, അതിനുള്ള കാര്യങ്ങൾ തന്റെ കയ്യിലുണ്ട്. ആ ആത്മവിശ്വാസത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന് ശ്രീലേഖ മിത്രയുടെ ആരോപണങ്ങൾക്കെതിരായ കൃത്യമായ മറുപടിയുണ്ട്. നിയമ നടപടികളിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ നിയമപരമായി അതിനെ നേരിടാൻ അദ്ദേഹത്തിന് പറ്റും എന്ന ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ അദ്ദേഹം രാജിവെച്ച് ഈ പറയുന്ന നടപടികളിലേക്ക്, അതായത് എന്തുകൊണ്ട് രാജിവെക്കുന്നു, ഈ രാജിവെച്ചതിന് ശേഷം തുടർച്ചയായ ഇനി അടുത്ത നടപടി എന്തായിരിക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് നിയമ നടപടി സ്വീകരിക്കാൻ കഴിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞുകൊണ്ട് ആ വിഷയത്തിൽ ഇനിയൊരു ചർച്ചകൾക്കോ സംവാദങ്ങൾക്കോ അവസരം വരാത്ത രീതിയിൽ കൃത്യമായി പറഞ്ഞു വെച്ചുകൊണ്ടാണ് രഞ്ജിത്ത് രാജിവെക്കുന്നത്. ഏതായാലും നമുക്കറിയാം, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ തുടർച്ചയിലാണ് ശ്രീലേഖ മിത്രയുടെ വലിയ ആരോപണം രഞ്ജിത്തിനെതിരെ വരുന്നത്. അത് വലിയ ചർച്ചയാവുകയും വിവാദമാവുകയും ചെയ്തു. എന്തുകൊണ്ട് രഞ്ജിത്ത് രാജിവെക്കുന്നില്ല എന്ന ചോദ്യം കുറെ ദിവസങ്ങളായി നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അത് രഞ്ജിത്തിന്റെ പേരിൽ സർക്കാരിനെതിരെ തിരിക്കുന്ന വലിയ ശ്രമങ്ങളും മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുന്നത് നമ്മൾ കണ്ടതാണ്. രഞ്ജിത്തിന്റെ ഈ ശബ്ദ സന്ദേശം പുറത്തു വന്ന സമയത്തും പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ അത് സർക്കാരിനെതിരെ തിരിക്കാനുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. വസ്തുതകളിലേക്ക് പോകാതെ, ഈ കാര്യത്തിന്റെ മെറിറ്റിലേക്ക് പോകാതെ, പുകമറയിൽ നിന്നുകൊണ്ട് യഥാർത്ഥ വസ്തുതകൾ പുറത്തു വരണമെന്ന ആഗ്രഹമില്ലാത്ത രീതിയിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ തന്നെ വാർത്തകൾ കൊടുക്കുന്നു എന്ന് നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും. അതാണ് കാണാൻ കഴിയുന്നത് കഴിഞ്ഞ സമയങ്ങളിലൊക്കെ. ഇപ്പോൾ ഏതായാലും രഞ്ജിത്തിന്റെ രാജി സ്ഥിരീകരിക്കുകയാണ് നമ്മളിലൂടെ. രാജി സന്ദേശം രഞ്ജിത്ത് തന്നെ പറയുന്നു. അദ്ദേഹം കൃത്യമായ ഓഡിയോ സന്ദേശത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്, ഞാൻ രാജിവെക്കുകയാണ്. ഒപ്പം മാധ്യമങ്ങളോട് പറയുന്നുണ്ട്, ഇന്നലെ രാവിലെ മുതൽ അദ്ദേഹത്തിന്റെ വീടിന്റെ അദ്ദേഹത്തിന്റെ ഫാം ഹൗസിന് മുൻപിൽ വലിയ തോതിൽ മാധ്യമങ്ങൾ തമ്പടിച്ചിരുന്നു. പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടും അവിടെ തമ്പടിച്ചു നിൽക്കുന്നത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നും അതേ രീതിയിൽ തന്നെ തുടരുന്നുണ്ട്. മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാൻ എനിക്ക് താല്പര്യമില്ല, അതെന്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ ശബ്ദ സന്ദേശത്തിലൂടെ എൻ്റെ രാജി എനിക്ക് പറയാനുള്ളത് നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കൈരളി ന്യൂസിലൂടെ ആ ശബ്ദ സന്ദേശം ആദ്യം പുറത്തേക്ക് വരുന്നത്. ഏതായാലും അതിൽ അദ്ദേഹം കാര്യങ്ങൾ കൃത്യമായി വിശദീകരിക്കുകയും പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. സർക്കാരിൻ്റെ നിലപാട് ഇക്കാര്യത്തിൽ വ്യക്തമാണ്. സർക്കാർ തുടക്കം മുതൽ തന്നെ പറഞ്ഞതാണ്, ആരെയും എത്ര ഉന്നതനായാലും സംരക്ഷിക്കേണ്ട ഒരു ആവശ്യകത സർക്കാരിനില്ല. സർക്കാർ കൃത്യമായ നിലപാട് സ്വീകരിക്കും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമുക്കറിയാം, ആ കമ്മിറ്റിയെ രൂപീകരിച്ചത് തന്നെ ഈ സർക്കാരാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. പക്ഷേ ഇപ്പോൾ അതിനെയൊക്കെ അപ്രസക്തമാകുന്ന വിധത്തിൽ ഈ കമ്മിറ്റിയെ രൂപീകരിച്ചതിന്റെ നടപടികളിലേക്ക് കടന്നിട്ടും, ദിലീപിനെ പോലുള്ള ഒരാൾക്കെതിരെ പരാതി വന്നപ്പോൾ അയാൾക്കെതിരെ നടപടി സ്വീകരിച്ച് ജയിലിൽ അടച്ചിട്ടും സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന നിലപാടുകൾ മാധ്യമങ്ങൾ സ്വീകരിക്കുന്നത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിൽക്കുമ്പോഴാണ് ഈ വിവാദം വരുന്നതും അതിന്റെ തുടർച്ചയിൽ ഇപ്പോൾ സംവിധായകൻ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനം രാജിവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നതും അത് രാജിവെച്ചതായി അദ്ദേഹം നമ്മളിലൂടെ പുറം ലോകത്തോട് പറയുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇന്നലെ ഒരു പകൽ മുഴുവൻ രഞ്ജിത്തിന്റെ വീടിന്റെ മുൻപിൽ മാധ്യമപ്രവർത്തകർ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്ന സമയത്തും ഞാൻ വയനാട്ടിൽ നിന്നാണ് പ്രേക്ഷകരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്തും മുട്ടിലിന് സമീപത്തുള്ള രഞ്ജിത്തിന്റെ വീട്ടിൽ മാധ്യമപ്രവർത്തകർ ഇപ്പോഴും തമ്പടിച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ്, അവിടുന്ന് ലൈവുകളുമായി നിൽക്കുന്നു എന്ന് തന്നെയാണ് വസ്തുത. അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, അത് എൻ്റെ സ്വകാര്യ ഇടമാണ്, അങ്ങോട്ടേക്ക് എൻ്റെ അനുവാദമില്ലാതെ കയറി വരുന്നത് ശരിയായ നടപടിയല്ല. എനിക്കിപ്പോൾ നിങ്ങളോട് പറയാനുള്ള കാര്യം ഞാൻ ഈ ശബ്ദ സന്ദേശത്തിലൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. അതിലപ്പുറം ഒരു മാധ്യമ പ്രവർത്തകരെയും അഭിമുഖീകരിക്കാൻ ഈ സമയത്ത് എനിക്ക് താല്പര്യമില്ല എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു വെക്കുന്നു. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ നമ്മുടെ മുൻപിൽ നമ്മൾ ഈ ശബ്ദ സന്ദേശം പുറത്തുവിട്ടിരിക്കുന്നത്. ആധികാരികമായി രഞ്ജിത്ത് പറഞ്ഞിരിക്കുന്നു, ഞാൻ രാജിവെച്ചിരിക്കുന്നു, എനിക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളുടെ നിജസ്ഥിതി ഞാൻ തെളിയിക്കും, അതിന്
അധികം കാത്തു നിൽക്കേണ്ട താമസമില്ല. പക്ഷേ ആ കാലയളവിൽ അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്ത് തുടരുന്നത് ശരിയല്ല. എന്നിലൂടെ എന്നെ വെച്ചുകൊണ്ട്, എൻ്റെ ഈ പദവി വെച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിനെതിരെയും സംസ്ഥാന സർക്കാരിനെ നയിക്കുന്ന CPIM എന്ന പാർട്ടിക്കെതിരെയും വലിയ തോതിൽ ആക്ഷേപങ്ങൾ ഉന്നയിക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നു, പ്രതിപക്ഷം ശ്രമിക്കുന്നു. അതിനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കില്ല. അതുമാത്രമല്ല അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഈ പദവി ഏറ്റെടുത്ത നിമിഷം മുതൽ തന്നെ എനിക്കെതിരെ പ്രത്യേക രീതിയിൽ വാർത്തകൾ രൂപീകരിക്കപ്പെടുന്നു, ആക്ഷേപങ്ങൾ കൊണ്ടുവരുന്നു, എന്നെ ഒരു പ്രത്യേക രീതിയിലാക്കാൻ ശ്രമിക്കുന്നത് കാലങ്ങളായി കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ ഒരു ഒടുവിലത്തെ ശ്രമം അല്ലെങ്കിൽ ഒരു ഒടുവിലത്തെ ഫലമാണ് ഇപ്പോൾ ഈ ആരോപണത്തിലൂടെ കണ്ടിരിക്കുന്നത്. ബംഗാളി ചലച്ചിത്ര നടിയുടെ ഈ ആരോപണം. പക്ഷേ ആ ആരോപണം ഗൗരവതരമാണ് എന്നതും ഒരു വസ്തുത തന്നെയാണ്. ആ ആരോപണം നിൽക്കുമ്പോൾ അതിന് മറുപടി പറയാനും താൻ നിരപരാധിയാണെങ്കിൽ നിയമപരമായി അത് തെളിയിക്കാനുമുള്ള വലിയ ഒരു അവകാശം നമ്മുടെ ജനാധിപത്യ സമൂഹത്തിൽ അദ്ദേഹത്തിനുണ്ട്. ആ നിയമപരമായ അവകാശം സ്വീകരിക്കുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതായത് തുടർ നിയമ നടപടികൾ സ്വീകരിക്കും. അത് പക്ഷേ ഈ പദവിയിൽ ഇരുന്നു കൊണ്ട് ഞാനത് സ്വീകരിക്കുന്നത് ശരിയല്ല. ഞാൻ ഈ പദവിയിൽ ഇരിക്കുന്നത് മൂലം സർക്കാരിനോ CPIM-നോ ഒരു ആക്ഷേപം കേൾക്കേണ്ടി വരരുത്. അതുകൊണ്ട് തന്നെ ഈ പദവിയിൽ നിന്ന് രാജിവെക്കുകയാണെന്ന് കൃത്യമായി പറഞ്ഞു വെക്കുന്നു.